ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നടത്തിയിരുന്ന സമരം പിൻവലിച്ചു. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം വിരിപ്പു കൃഷി ഒരുക്കങ്ങളുടെ താളം തെറ്റി കർഷകർ. നെല്ലെല്ലാം പതിരായതോടെ അന്തിക്കാട് കോൾപ്പാടശേഖരത്തിൽ 20ഓളം ഏക്കർ നെൽപ്പാടത്തിന് കർഷകർ തീയിട്ടു. പാലപ്പള്ളി മേഖലയിൽ തുടർച്ചയായി രണ്ടാം ദിവസവും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. കന്നാറ്റുപാടം സർക്കാർ സ്കൂളിന് സമീപത്താണ് പുലിയിറങ്ങിയത്. സംസ്ഥാനത്ത് ഇത്തവണ കാലവർഷം കനക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. കാലവർഷം തുടങ്ങുന്നതോടെ എൽ നിനോ പ്രതിഭാസം ഇല്ലാതാകും. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നടത്തിയിരുന്ന സമരം പിൻവലിച്ചു. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറുമായി നടത്തിയ ചർച്ചയെ തുടർന്നായിരുന്നു സമരം പിൻവലിച്ചത്. ഇരട്ട ക്ലച്ച് സംവിധാനം തുടരും. ഡ്രൈവിംഗ് ടെസ്റ്റിന് 18 വർഷം വരെ പഴക്കമുള്ള വാഹനങ്ങൾ അനുവദിക്കും. നിലവിലെ മാതൃകയിൽ ആദ്യം ഗ്രൗണ്ട് ടെസ്റ്റും തുടർന്ന് റോഡ് ടെസ്റ്റുമാകും നടത്തുക. ടെസ്റ്റ് നടത്തുന്ന വാഹനത്തിൽ ക്യാമറ സ്ഥാപിക്കണമെന്ന നിർദ്ദേശം ഡ്രൈവിംഗ് സ്കൂളുകാർ അംഗീകരിച്ചു. ക്യാമറ മോട്ടോർ വാഹന വകുപ്പ് വാങ്ങി ടെസ്റ്റ് നടത്തുന്ന വാഹനത്തിൽ ഘടിപ്പിക്കും. ഇതിലെ ദൃശ്യങ്ങൾ 3 മാസം വരെ RT ഓഫീസിലെ കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കും. ഡ്രൈവിംഗ് ടെസ്റ്റിന് ഈടാക്കുന്ന ഫീസ് ഏകീകരിക്കാൻ സമിതിയെ നിയോഗിക്കും. KSRTC 10 കേന്ദ്രങ്ങളിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. വേനൽമഴയുടെ ലഭ്യത കുറവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം വിരിപ്പു കൃഷി ഒരുക്കങ്ങളുടെ താളം തെറ്റി കർഷകർ. മാർച്ച് മാസത്തോടെ മുണ്ടകൻ കൊയ്ത്ത് പൂർത്തിയാകുന്ന പാടങ്ങളിലാണ് വേനൽമഴ ലഭിച്ചാൽ വിരിപ്പു കൃഷിക്ക് ഒരുക്കങ്ങൾ നടത്തുന്നത്. ഏപ്രിൽ മാസത്തിൽ മഴ ഒഴിഞ്ഞു നിന്നതോടെ പാടങ്ങൾ ഒരുക്കാൻ കർഷകർക്ക് സാധിച്ചിരുന്നില്ല. വൈകിയാണെങ്കിലും മഴ എത്തിയത് കർഷകർക്ക് ആശ്വാസമായി. കടവല്ലൂർ മേഖലകളിലെ വിരിപ്പു കൃഷിക്കായി ഒരുക്കങ്ങൾ ആരംഭിച്ചു. പല സ്ഥലങ്ങളിലും ഉഴൽ തുടങ്ങി. കടവല്ലൂർ കൊള്ളഞ്ചേരി പാടശേഖരത്തിൽ വിത്ത് വിതയ്ക്കൽ ആരംഭിച്ചു. ഉയർന്ന ഭാഗങ്ങളിൽ ആവശ്യത്തിന് വെള്ളം ലഭിച്ചിട്ടില്ല. അവിടെ നടിയിൽ നടത്തുവാനാണ് കർഷകരുടെ തീരുമാനം. കൊടും ചൂടിനാലും ഉഷ്ണതരംഗത്താലും കൃഷി ചെയ്ത നെല്ലെല്ലാം പതിരായതിനെ തുടർന്ന് വിളവെടുക്കാതെ പാടങ്ങൾ പലയിടത്തും കത്തിച്ച് കർഷകർ. അന്തിക്കാട് കോൾപ്പാടശേഖരത്തിലെ 20ഓളം ഏക്കർ നെൽപ്പാടമാണ് വിളവെടുക്കാതെ കർഷകർ തീയിട്ടത്. വിളവെടുത്താൽ കൊയ്ത്ത് യന്ത്രത്തിന് കൊടുക്കുന്ന വാടക പോലും കിട്ടില്ലെന്ന് ഉറപ്പായതോടെയാണ് കർഷകർ പലയിടത്തും നെൽപ്പാടങ്ങൾ അഗ്നിക്കിരയാക്കിയത്. വേനൽമഴ വേണ്ട രീതിയിൽ ലഭ്യമാകാത്തതും കീടബാധ കൂടിയതും ഒപ്പം കാലാവസ്ഥാ വ്യതിയാനവും കൂടിയായതോടെ വിളവ് നന്നേ മോശമായിരുന്നു. അന്തിക്കാട് കോൾപ്പാടശേഖരത്തിലെ പാറക്കോൾ, പുത്തൻകോൾ, കോവിലകം പടവ് തുടങ്ങിയ പടവുകളിൽ പലയിടത്തും വിളവെടുത്തിട്ട് കാര്യമില്ലെന്ന് തിരിച്ചറിഞ്ഞ കർഷകർ നെല്ലിന് തീയിടുകയും ചിലയിടങ്ങളിൽ വിളവെടുക്കാതെ ട്രാക്ടർ ഇറക്കി ഉഴുതുമറിക്കുകയും ചെയ്തു. അന്തിക്കാട് പരപ്പൻചാൽ പാടത്ത് 2.5 പറ കൊയ്തെടുത്തപ്പോൾ വെറും 2 ചാക്ക് നെല്ല് മാത്രമാണ് കിട്ടിയതെന്നും വിളവെടുക്കാതിരിക്കലായിരുന്നു അതിലും ഭേദമെന്ന് ബോധ്യമായെന്നും കർഷകനായ ചക്കാണ്ടത്ത് പുഷ്കരൻ പറഞ്ഞു. കഴിഞ്ഞ വർഷം 2023 എനിക്ക് 5 കിൻഡലും 17 കിലോ നെല്ല് കിട്ടി. ആ നിലത്തിൽ ഈ പ്രാവശ്യം എനിക്ക് അത്രയും 6000-ൽ പരം രൂപ ചിലവാക്കിയിട്ട് കിട്ടിയത് 2 ചാക്ക് നെല്ല് മാത്രമാണ്. കാലാവസ്ഥ വ്യതിയാനമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ 2 ചാക്ക് നെല്ല് കൊയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1100 രൂപ വീണ്ടും ചിലവായി. ഇത് എന്താണെന്നുള്ളത് ഇതിൻ്റെ പ്രതിഭാസം എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ച് കൃഷിക്കാരായ കൃഷിയെ നിയന്ത്രിക്കുന്ന ഉയർന്ന ഉദ്യോഗസ്ഥന്മാരില്ലേ, അവർ വന്ന് സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് നമുക്ക് വേണ്ട സംവിധാനങ്ങൾ ചെയ്തു തരുമെന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. 2023 കൊയ്തപ്പോൾ 8 ചാക്ക് നെല്ല് കിട്ടിയ പാടത്തു നിന്നാണ് 2024 2 ചാക്ക് മാത്രം കിട്ടിയതെന്നും അദ്ദേഹം പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. പാലപ്പള്ളി മേഖലയിൽ തുടർച്ചയായി രണ്ടാം ദിവസവും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. കന്നാറ്റുപാടം സർക്കാർ സ്കൂളിന് സമീപത്താണ് പുലിയിറങ്ങിയത്. പുലിയെ ആക്രമിച്ചു കൊന്ന പശുക്കുട്ടിയുടെ ജഡം സ്കൂളിന് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ കണ്ടെത്തി. പശുക്കുട്ടിയെ കൊന്നത് പുലിയാണെന്ന് വനപാലകർ സ്ഥിരീകരിച്ചു. നിരവധി കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ മതിലിനോട് ചേർന്ന് 20 മീറ്റർ മാറിയാണ് പശുക്കുട്ടിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഇവിടെ നിന്ന് 100 മീറ്റർ മാറിയാണ് കഴിഞ്ഞ ദിവസം പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നത്. ജനവാസ മേഖലയിൽ തുടർച്ചയായി പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച് കൊല്ലുന്നത് പതിവായതോടെ നാട്ടുകാർ ഭീതിയിലാണ്. ഒരാഴ്ചയ്ക്കിടെ 3ാം തവണയാണ് പ്രദേശത്ത് പുലിയിറങ്ങുന്നത്. 2 ആഴ്ച മുൻപ് കാർ യാത്രക്കാർ റോഡിൽ പുലിയെ കണ്ടിരുന്നു. തോട്ടം തൊഴിലാളികളും ആദിവാസികളും തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ പുലിയിറങ്ങി ഭീതി പരത്തിയിട്ടും വനംവകുപ്പ് അധികൃതർ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാണ് ആക്ഷേപം. പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നും ആരോപണമുണ്ട്.
സംസ്ഥാനത്ത് ഇത്തവണ കാലവർഷം കനക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിൽ പതിവിലേറെ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റേതാണ് പ്രവചനം. എൽനിനോ പ്രതിഭാസം നിലവിലുണ്ടെങ്കിലും കാലവർഷം തുടങ്ങുന്നതോടെ ഇത് ഇല്ലാതാകും. കഴിഞ്ഞ വർഷം കേരളത്തിൽ കാലവർഷം 34% കുറവായിരുന്നു. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ 201.86 സെന്റിമീറ്റർ മഴയാണ് ലഭിക്കേണ്ടത്. കഴിഞ്ഞ വർഷം ഇത് 132.7 സെന്റിമീറ്റർ മാത്രമായിരുന്നു. ചൊവ്വാഴ്ച രാത്രിയിലുണ്ടായ കനത്ത കാറ്റിലും മഴയിലും കയ്പമംഗലത്ത് നാശനഷ്ടം. കയ്പമംഗലം ദേവമംഗലം ക്ഷേത്രത്തിന് സമീപം വീടിന് മുകളിൽ മാവിൻ കൊമ്പ് ഒടിഞ്ഞു വീണ് വീട് ഭാഗികമായി തകർന്നു. ചാണാടിക്കൽ ശിവരാമന്റെ വീടാണ് തകർന്നത്. സംഭവ സമയം വീടിനകത്ത് ആളുണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പെരിഞ്ഞനം ചക്കരപ്പാടത്ത് കനത്ത കാറ്റിൽ തെങ്ങ് ഒടിഞ്ഞു വീണ് വൈദ്യുതി പോസ്റ്റ് തകർന്നു. ഇടിമിന്നലിൽ നിരവധി വീടുകളിൽ വൈദ്യുതി ഉപകരണങ്ങളും കത്തിനശിച്ചിട്ടുണ്ട്. കള്ളായിയിൽ മിന്നൽ ചുഴലി 500-ലേറെ വാഴകൾ നശിച്ചു. തൃക്കൂർ കിഴക്കേ കള്ളായി പ്രദേശത്ത് മിന്നൽ ചുഴലിയിൽ 500-ലേറെ നേന്ത്രവാഴകളാണ് നശിച്ചത്. മാന്തോട്ടത്തിൽ ജസ്റ്റിന്റെ 300 വാഴകളും കർഷകരായ പ്രകാശൻ, സുഭാഷ്, ഭവദാസ് എന്നിവരുടെ വാഴകളുമാണ് കാറ്റിൽ ഒടിഞ്ഞുവീണത്. മേഖലയിൽ തെങ്ങുകളും കടപുഴകി വീണിട്ടുണ്ട്. ചൊവ്വാഴ്ച രാത്രി 10 മണിയോടെയാണ് ചുഴലിക്കാറ്റ് വീശിയത്. 8 മാസം പ്രായമായ കുലച്ച വാഴകളാണ് നശിച്ചത്. ഓണവിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്ത വാഴകൾ നശിച്ചതോടെ കർഷകർക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചത്. കൃഷിഭവൻ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. ചാലക്കുടിയിൽ നിന്നും കാണാതായ പോലീസുകാരനെ കണ്ടെത്തി. ആളൂർ സ്റ്റേഷനിലെ CPO ചാലക്കുടി VR പുരം സ്വദേശി പാലത്തിങ്കൽ സലേഷിനെയാണ് തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ നിന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയത്. കഴിഞ്ഞ 8-ാം തീയതി മുതലാണ് ഇയാളെ കാണാതായത്. തഞ്ചാവൂരിലെ ATM-ൽ നിന്നും കഴിഞ്ഞ ദിവസം പണം പിൻവലിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സലേഷിനെ കണ്ടെത്തിയത്. കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമാണ് ഇത്തരം പ്രവൃത്തിക്ക് പ്രേരിപ്പിച്ചതെന്ന് സലേഷ് അന്വേഷണ സംഘത്തോട് പറഞ്ഞു. തളിക്കുളത്ത് എക്സൈസ് നടത്തിയ പരിശോധനയിൽ 2 കിലോയിലധികം കഞ്ചാവുമായി ഒരാൾ പിടിയിൽ. ബംഗാൾ സ്വദേശി മൊയ്തുൽ ഷെയ്ഖാണ് പിടിയിലായത്. മുഖ്യപ്രതിയായ വാടാനപ്പള്ളി സ്വദേശി തോപ്പിൽ വീട്ടിൽ ആഷിഖ് പരിശോധനയ്ക്കിടെ ഓടി രക്ഷപ്പെട്ടു. രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ VG സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച രാത്രി നടത്തിയ പരിശോധനയിലാണ് തളിക്കുളം പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിൽ നിന്ന് കഞ്ചാവുമായി പ്രതികളെ പിടികൂടിയത്. കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച ബൈക്കും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രക്ഷപ്പെട്ട 1-ാം പ്രതി ആഷിഖ് തൃപ്രയാർ, തളിക്കുളം, വാടാനപ്പള്ളി, ഏങ്ങണ്ടിയൂർ ഭാഗത്ത് യുവാക്കൾക്കിടയിൽ കഞ്ചാവ് വിപണനം നടത്തുന്ന മുഖ്യ കണ്ണിയാണെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അന്വേഷണ സംഘത്തിൽ പ്രിവന്റീവ് ഓഫീസർമാരായ PK സുധീരൻ, KR ഹരിദാസ്, ഗ്രേഡ് CEOമാരായ CK ചന്ദ്രൻ തുടങ്ങിയവർ ഉണ്ടായിരുന്നു. എങ്കക്കാട് റെയിൽവേ ഗേറ്റിന് സമീപത്ത് നിന്ന് ബ്രൗൺ ഷുഗർ കൈവശം വെച്ച യുവാവിനെ എക്സൈസ് സംഘം പിടികൂടി. ആസാം സ്വദേശിയായ അനാറുൾ ഇസ്ലാമിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് 256 മില്ലിഗ്രാം ബ്രൗൺ ഷുഗർ കണ്ടെത്തി. എക്സൈസ് ഇന്റലിജൻസ് നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വടക്കാഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ AP ഷിഹാബിന്റെ നേതൃത്വത്തിൽ AEIA-മാരായ CP പ്രഭാകരൻ, PP കൃഷ്ണകുമാർ എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. ചന്ദ്രാഭിനിയിൽ കാറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്ക്. പിക്കപ്പ് വാനിലുണ്ടായിരുന്ന മതിലകം സ്വദേശിയായ അഭിറാം, കുറ്റംകുളം സ്വദേശി യദുകൃഷ്ണ, പെരിഞ്ഞനം സ്വദേശി അനന്തു കൃഷ്ണ, കാറിലുണ്ടായിരുന്ന കൊച്ചി സ്വദേശി മീന ബിജി ജോബ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചന്ദ്രാഭിനി ഹൈസ്കൂൾ റോഡിന് സമീപം ദേശീയപാതയിലായിരുന്നു അപകടം. ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പ് വാൻ മറഞ്ഞു. ചാലക്കുടി പരിയാരത്ത് വിനോദസഞ്ചാരികളായ അധ്യാപകനെയും കുടുംബത്തെയും കാർ തടഞ്ഞു നിർത്തി ആക്രമിച്ച സംഭവത്തിൽ കുപ്രസിദ്ധ ഗുണ്ടയെ പിടികൂടി. പരിയാരം മുറ്റക്കൊമ്പൻ സ്വദേശി മുയൽ എബി എന്നറിയപ്പെടുന്ന നെല്ലിശ്ശേരി എബിനാണ് പിടിയിലായത്. ഏപ്രിൽ 29-ാം തീയതി കാറിൽ സഞ്ചരിക്കുകയായിരുന്ന മാള സ്വദേശിയായ അധ്യാപകന്റെ വാഹനമാണ് ആക്രമിച്ചത്. കാറിന്റെ മുൻവശത്തെയും സൈഡിലെയും ചില്ലുകൾ ഹെൽമറ്റ് കൊണ്ട് തല്ലിപ്പൊട്ടിക്കുകയും അധ്യാപകനെ ആക്രമിക്കുകയുമായിരുന്നു. 2 വർഷം മുൻപ് കൊന്നക്കുഴിയിൽ കർഷകനെ സംഘം ചേർന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തിയ ഇയാൾ അടുത്തിടെ ജാമ്യത്തിൽ ഇറങ്ങിയതായിരുന്നു. വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും പരിസരം വൃത്തിഹീനമായ സാഹചര്യമാണെങ്കിൽ 10,000 രൂപ വരെ പിഴശിക്ഷയെന്ന് മുന്നറിയിപ്പ്. കൊതുക് വളരുന്ന സാഹചര്യം ഉണ്ടാവുക, കൊതുക് നിയന്ത്രണ നിർദ്ദേശങ്ങൾ ലംഘിക്കുക എന്നിവ ശിക്ഷാർഹമാണെന്ന് ആരോഗ്യ വിഭാഗം DMO അറിയിച്ചു. വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും പരിസരങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കാൻ ഇടവരരുത്. എല്ലാ കുറ്റത്തിനും വിവിധ വകുപ്പുകൾ പ്രകാരം 10,000 രൂപ വരെ പിഴശിക്ഷ ലഭിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. കുന്നംകുളം കക്കാട് അമ്പലത്തിന് സമീപത്തെ കാർ AC സർവീസ് സെന്ററിൽ നിർത്തിയിട്ട കാറിന് തീപിടിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം. തീ ആളിപ്പടരുന്നത് കണ്ടതോടെ നാട്ടുകാർ തീ അണയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിഫലമായതിനെ തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് തീ അണച്ചത്. തീപിടുത്തത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും കത്തിനശിച്ചു.
തിരുവമ്പാടി ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗജകേസരി ചന്ദ്രശേഖരന്റെ 22ാം അനുസ്മരണം സംഘടിപ്പിച്ചു. ചന്ദ്രശേഖരന്റെ ഛായാചിത്രവും വഹിച്ചുകൊണ്ട് തൃശൂർ നായ്ക്കനാലിൽ നിന്ന് ആരംഭിച്ച ഗജയാത്രയിൽ 9 ഗജരാജന്മാർ അണിനിരന്നു. ഗജയാത്ര സ്വരാജ് റൌണ്ട് ചുറ്റി കൗസ്തുഭം ഹാളിൽ സമാപിച്ചു. തുടർന്ന് ചന്ദ്രശേഖരന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും ആനയൂട്ടും നടന്നു. തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ, ACP സുദർശൻ, വടക്കുനാഥ ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി TR ഹരിഹരൻ, ചെറിയ ചന്ദ്രശേഖരനെ നടയിലെത്തിയ ഗോപി വാര്യർ തുടങ്ങിയവർ ഭദ്രദീപം തെളിയിച്ച് പുഷ്പാർച്ചന നടത്തി. അനുസ്മരണ ചടങ്ങിലും ഗജയാത്രയിലും നിരവധി ആനപ്രേമികൾ പങ്കെടുത്തു. ഇന്നത്തെ ഭക്തിനും അതുപോലെ തന്നെ ഭഗവാനെ ആനയുടെ ആ കുടുംബത്തെ വീണ്ടും നമ്മളെല്ലാവരും. ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ ഗ്രാസ് റൂട്ട് ഡേ ആചരിച്ചു. മെയ് 15 ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ഗ്രാസ് റൂട്ട് ഡേ ആയി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തൃശൂരിലും ആചരണം സംഘടിപ്പിച്ചത്. കുട്ടിത്താരങ്ങളെ അണിനിരത്തി തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ കിഡ്സ് സെവൻസ് ടൂർണമെന്റ് നടന്നു. ജില്ലാ ഫുട്ബോൾ അസോസിയേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജില്ലയിലെ 8 അക്കാദമികളിൽ നിന്നുള്ള 200ഓളം കുട്ടികൾ പരിപാടികളിൽ പങ്കെടുത്തു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. കേരള ഫുട്ബോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഡേവിസ് മൂക്കൻ, എക്സിക്യൂട്ടീവ് അംഗം PC ജോൺസൺ, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് C സുമേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ജൂൺ 3-ാം തീയതി സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി വിവിധ വകുപ്പുകളുടെ ജില്ലാതല യോഗം ചേർന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസിന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും സമയബന്ധിതമായി തീർക്കാൻ നിർദ്ദേശം നൽകി. അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് സ്കൂൾ കെട്ടിടങ്ങൾ, സ്കൂൾ ബസ്സുകൾ, കുട്ടികളെ എത്തിക്കുന്ന മറ്റ് സ്വകാര്യ വാഹനങ്ങൾ എന്നിവയുടെ ഫിറ്റ്നസ് പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണം. ADM T മുരളി, ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, തൃശൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പൂവത്തിങ്കൽ, ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ B അനിൽകുമാർ, വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഷാജിമോൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃക്കൂർ പഞ്ചായത്തിലെ കല്ലൂർ ആലേങ്ങാട് കിണറ്റിൽ വീണ് 2 കാട്ടുപന്നികൾ ചത്തു. ആലേങ്ങാട് മണ്ടത്തറ രാജന്റെ കൃഷിയിടത്തിലെ കിണറ്റിലാണ് പന്നികൾ വീണത്. വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് തൃക്കൂർ പഞ്ചായത്ത് അധികൃതരും വനപാലകരും ചേർന്ന് കരയ്ക്ക് കയറ്റിയ പന്നികളെ കുഴിച്ചുമൂടി. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, പഞ്ചായത്ത് അംഗങ്ങളായ സൈമൺ നമ്പാടൻ, സലീഷ് ചെമ്പാറ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ബാബു, വാച്ചർമാരായ സുനിൽ, ഷാജു, മനോഹരൻ എന്നിവർ സ്ഥലത്തെത്തി. ED അന്വേഷണത്തെ തുടർന്ന് സാമ്പത്തിക കുറ്റകൃത്യത്തിൽ അകപ്പെട്ട് എറണാകുളം ജയിലിൽ കഴിയുന്ന നഗരസഭാ കൌൺസിലർ PR അരവിന്ദാക്ഷനെ അടിയന്തരമായി പുറത്താക്കണമെന്ന് പ്രതിപക്ഷ കൌൺസിലർമാർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 8 മാസമായി 26ാം ഡിവിഷൻ ജനപ്രതിനിധിയില്ലാതെ അനാഥമാണ്. ഇതുമൂലം ഈ ഡിവിഷനിലെ ജനങ്ങൾ പ്രതിസന്ധിയിലാണ്. രാജിവെക്കാൻ തയ്യാറാകാത്ത അരവിന്ദാക്ഷനെ പുറത്താക്കുവാനുള്ള നടപടികൾ എടുക്കണം. ജനപ്രതിനിധി ഇല്ലാതായാൽ സ്വീകരിക്കേണ്ട ചട്ടപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം ചട്ടലംഘനത്തിനാണ് മുനിസിപ്പൽ സെക്രട്ടറിയും LDF ഭരണസമിതിയും കൂട്ടുനിൽക്കുന്നത്. ഇത് സംബന്ധിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, തദ്ദേശ വകുപ്പ് ഓംബുഡ്സ്മാൻ, പ്രിൻസിപ്പൽ ഡയറക്ടർ എന്നിവർക്ക് പരാതി നൽകിയതായി കൌൺസിലർ SAA ആസാദ് അറിയിച്ചു. സംസ്ഥാനത്ത് തയ്യൽ തൊഴിലാളികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി രൂപീകരിച്ച ക്ഷേമനിധി സംവിധാനം തകർക്കുവാനുള്ള ശ്രമം പ്രതിരോധിക്കുമെന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ദേശീയ സെക്രട്ടറി ജോസഫ് ജോൺ പറഞ്ഞു. ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രതിനിധി സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി പെൻഷനും ഏകീകരിച്ചും ക്ഷേമനിധി അംശാദായം കൂട്ടുകയും ചെയ്ത് ഈ സംവിധാനം തകർക്കുവാനാണ് ശ്രമം. ഇതിനെ സംഘടന ഒറ്റക്കെട്ടായി ചെറുത്ത് തോൽപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് CH മുത്തലിബ് അധ്യക്ഷത വഹിച്ചു. FITU സംസ്ഥാന ജനറൽ സെക്രട്ടറി തസ്ലിം മമ്പാട്, സംസ്ഥാന ജനറൽ സെക്രട്ടറി MH മുഹമ്മദ്, സംസ്ഥാന സെക്രട്ടറി ഷാനവാസ് കോട്ടയം, ഉസ്മാൻ മുല്ലക്കര തുടങ്ങിയവർ സംസാരിച്ചു. ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന ട്രഷറർ ശ്രീമതി മറിയം ഋഷി. ആതുര ശുശ്രൂഷ രംഗം ഹെൽത്ത് ഇൻഡസ്ട്രിയായി മാറിയിരിക്കുകയാണെന്ന് അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നിലങ്കാവിൽ പറഞ്ഞു. അന്തർദേശീയ നഴ്സസ് വാരാചരണത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് YMCA തൃശൂരിന്റെ ആഭിമുഖ്യത്തിൽ മികച്ച നഴ്സുമാരെ നൈറ്റിംഗേൽ അവാർഡ് നൽകി ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാർ ടോണി നിലങ്കാവിൽ. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന ആദരിക്കൽ ചടങ്ങിൽ YMCA പ്രസിഡന്റ് ജോജു മഞ്ഞില അധ്യക്ഷത വഹിച്ചു. കേരള ആരോഗ്യ സർവകലാശാല പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ CP വിജയൻ, YMCA ട്രഷറർ ഷാജി ചെറിയാൻ, ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഫാദർ ബെന്നി മുണ്ടൻകുര്യൻ,
സിഇഒ ഡോക്ടർ ബെന്നി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. സ്നേഹനിധിയായ വിഷ്ണുപ്രിയ അവർക്ക് YMCയുടെ കരുണയും ക്ഷമയും നല്ല തീരുമാനമെടുത്ത ഏറെ സ്നേഹനിധിയായ മിസ്സിസ് ബിന്ദു അതുപോലെ ഏറ്റവും പ്രായം കുറഞ്ഞ. ഇന്ന് നമ്മൾ ആതുര ശുശ്രൂഷ എന്നുള്ള വാക്ക് പോലും മാറ്റി ഹെൽത്ത് ഇൻഡസ്ട്രി എന്നാക്കിയിരിക്കുന്ന ഒരു കാലമാണ്. ആ വ്യത്യാസത്തിൻ്റെ മധ്യത്തിലാണ് നഴ്സസിൽ നിങ്ങളെ പ്രത്യേകമായിട്ട് ആദരിക്കുന്നത്. പച്ചക്കറി കൃഷിയിൽ സ്വന്തം രീതികൾ പരീക്ഷിച്ച് വിജയം നേടിയ പത്മനാഭന് വീണ്ടും പുരസ്കാരം. ഈ വർഷത്തെ അക്ഷയശ്രീ ജൈവ കർഷക അവാർഡാണ് പത്മനാഭനെ തേടിയെത്തിയത്. കടങ്ങോട് വടക്കേക്കര വീട്ടിൽ പത്മനാഭന് ഇപ്പോൾ പ്രായം 67. തന്റെ 18ാമത്തെ വയസ്സിലാണ് പത്മനാഭൻ കാർഷിക വൃത്തിയിൽ പ്രവേശിച്ചത്. കൃഷി പ്രധാന ഉപജീവന മാർഗമാക്കി മാറ്റിയത് 30ാമത്തെ വയസ്സ് മുതൽ. ഈ കാലയളവിനുള്ളിൽ പഞ്ചായത്ത്, ജില്ലാ, സംസ്ഥാന തലങ്ങളിൽ നിരവധി പുരസ്കാരങ്ങൾ പത്മനാഭനെ തേടിയെത്തി. ആലപ്പുഴ സരോജിനി ഫൗണ്ടേഷനാണ് ഈ വർഷം അക്ഷയശ്രീ അവാർഡ് നൽകി ആദരിച്ചത്. ഫലകവും പ്രശസ്തി പത്രവും 50,000 രൂപയും അടങ്ങുന്നതാണ് മികച്ച ജൈവ കർഷകനുള്ള അവാർഡ്. ഇപ്പോൾ പുതിയ രീതിയിലുള്ള പുതിയ ട്രിപ്പ് സിസ്റ്റത്തിലാണ് നമ്മൾ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുക്കളത്തോട്ടങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കല്, പിന്നെ ഈ ഇഞ്ചി, മഞ്ഞള് എന്നിവ ചാക്ക് കത്തിയിട്ട് അതിൽ നിന്ന് നമ്മൾ ഇഞ്ചി നട്ടുകൊടുത്ത അടിയെ കൂടെ ഒരു തുളണ്ടാക്കി പൊട്ടിക്കല്, അങ്ങനെ നമ്മുടെ പുതിയ രീതിയിലുള്ള കൃഷികളൊക്കെ മണ്ണുത്തി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആൾക്കാർ വരലും പുതിയ കുറേ സംരംഭങ്ങൾ. പുതിയ കൃഷിരീതികൾ പരീക്ഷിക്കുന്നതിനോടൊപ്പം സ്വന്തമായി വിളകൾ വികസിപ്പിച്ച് വിജയിപ്പിക്കുന്നു എന്നതാണ് പത്മനാഭൻ എന്ന കർഷകനെ വ്യത്യസ്തനാക്കുന്നത്. കാർഷിക ഗവേഷണ വിദ്യാർത്ഥികളും വിദേശ കാർഷിക സംഘങ്ങളും പത്മനാഭന്റെ കൃഷിരീതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ എത്താറുണ്ട്. സ്വന്തം കൃഷിയിടത്തിന് പുറമെ താൽപ്പര്യമുള്ളവർക്ക് തോട്ടങ്ങൾ ഒരുക്കിക്കൊടുത്തും ജൈവ കൃഷിക്ക് വലിയ പ്രോത്സാഹനമാണ് പത്മനാഭൻ നൽകുന്നത്. ഇത്തരം പ്രവർത്തനങ്ങളാണ് പത്മനാഭനെ അംഗീകാരങ്ങൾ തേടിയെത്താൻ ഇടയാക്കുന്നതും. TCV എരുമപ്പെട്ടി. കുന്നംകുളം അഞ്ഞൂർകുന്നത്ത് യുവാവിനെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിലായി. അഞ്ഞൂർകുന്ന് സ്വദേശി മുണ്ടത്തറ വീട്ടിൽ രാഹുൽ, ചിറ്റഞ്ഞൂർ സ്വദേശി കരുമത്തിൽ വീട്ടിൽ സുനീഷ് എന്നിവരെയാണ് കുന്നംകുളം SHO UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 25-ാം തീയതി രാത്രി അഞ്ഞൂർകുന്ന് മൃഗാശുപത്രിക്ക് മുൻപിലായിരുന്നു സംഭവം. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പതിച്ച പോസ്റ്ററുകൾ കേടുവരുത്തിയെന്ന് ആരോപിച്ചാണ് അഞ്ഞൂർകുന്ന് സ്വദേശി രായമരക്കാർ വീട്ടിൽ ഹാരിസിനെ പ്രതികൾ ആക്രമിച്ചത്. സംഭവത്തിൽ 1-ാം പ്രതിയെ പോലീസ് നേരത്തെ പിടികൂടിയിരുന്നു. ഇനി ഒരു പ്രതിയെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഉത്സവ പറമ്പുകളിലും മറ്റ് ആഘോഷ പരിപാടികളിലും ചെണ്ടയിൽ ആവേശം തീർക്കുകയാണ് പെരിഞ്ഞനത്തെ ബന്ധുക്കളായ പെൺപടക്കൂട്ടം. അവർ 19 പേർ. ഇവരുടെ മേളം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു. വനിതാ കൂട്ടായ്മ ശിങ്കാരി മേളത്തിലേക്ക് ചുവടുവെച്ചതിന് പിന്നിൽ ആത്മവിശ്വാസത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും കഥ തന്നെയുണ്ട്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ ശിങ്കാരി മേളത്തിന്റെ അമരക്കാരായ മതിലകത്തെ ദേവാ ബ്രദേഴ്സിലെ 3 ആശാന്മാരുടെ കീഴിലാണ് പരിശീലനം ആരംഭിച്ചത്. പത്താം ക്ലാസ്സുകാരി മുതൽ 50കാരി വരെയുള്ള കുടുംബാംഗങ്ങളായ 19 പേർ പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ച് മേളത്തിന്റെ ബാലപാഠങ്ങൾ 6 മാസത്തിനുള്ളിൽ സ്വായത്തമാക്കുകയും ചെയ്തു. ഇപ്പോൾ DJക്കൊപ്പം മേളം പരീക്ഷിക്കാനുള്ള പരിശീലനത്തിലാണെന്ന് സംഘത്തിന്റെ നേതാവായ ചാലു ചഞ്ചൽ പറഞ്ഞു. ഇതിനോടകം തന്നെ കേരളത്തിലെ പല ജില്ലകളിലും പ്രോഗ്രാം അവതരിപ്പിച്ചു കഴിഞ്ഞു. കുടുംബാംഗങ്ങളിലുള്ള, അതായത് പാപ്പന്മാരുടെ ഭാര്യമാര്, ജ്യേഷ്ഠാനുജന്മാരുടെ ഭാര്യമാര്, മക്കള്, അങ്ങനെ ഇറങ്ങുന്ന ഒരു ബന്ധുക്കളുടെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആശാന ആഴ്ചയിൽ 4 ദിവസം വന്ന് ഞങ്ങൾക്ക് പരിശീലനം തരും. അല്ലാതെ ഞങ്ങൾ ഡെയിലി എല്ലാവരും കൂടെ പ്രാക്ടീസ് നടത്തുന്നുണ്ട്. TCV കയ്പമംഗലം. വാണിജ്യം.
10 വർഷം കൊണ്ട് ധനകാര്യ മേഖലയിൽ മികവാർന്ന പ്രവർത്തനം കാഴ്ചവെച്ച ജിന്തക് ഫിനാൻസിന്റെ 3ാമത്തെ ശാഖ വരന്തരപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു. വരന്തരപ്പള്ളി നന്ദിപുലം റോഡിൽ തട്ടാൻതുടി ബിൽഡിംഗിൽ ആരംഭിച്ച ജിന്തക് ഫിനാൻസിന്റെ ഉദ്ഘാടനം വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ നിർവഹിച്ചു. വരന്തരപ്പള്ളി വിമലഹൃദയനാഥ പള്ളി സഹവികാരി ഫാദർ ഡോണൽ പുലിക്കോട്ടിൽ ആശീർവാദം നടത്തി. വരന്തരപ്പള്ളി പഞ്ചായത്ത് അംഗം PD ഷൈജു, ജിന്തക് ഫിനാൻസ് മാനേജിംഗ് ഡയറക്ടർ TJ ജിൻസൺ, കുടുംബാംഗങ്ങൾ, ജീവനക്കാർ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഗോൾഡ് ലോൺ, മണി ട്രാൻസ്ഫർ, പാൻ കാർഡ് സർവീസ്, ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫർ തുടങ്ങിയ നിരവധി സേവനങ്ങളാണ് ജിന്തക് ഫിനാൻസിൽ ഒരുക്കിയിരിക്കുന്നത്. വരന്തരപ്പള്ളി മലയോര മേഖലകളിലും നമ്മുടെ ജിന്തക് ഫിനാൻസിൻ്റെ ഒരു ശാഖ നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. ഇതിൽ ഗോൾഡ് ലോണ്, മണി ട്രാൻസ്ഫർ, ഫോറിൻ കറൻസി എക്സ്ചേഞ്ചിങ്, എയർ ടിക്കറ്റിങ്, ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫർ മുതലായ എല്ലാ സേവനങ്ങളും, ജനങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള സേവനങ്ങൾ ഞങ്ങൾ ഇതിൽ മനുഷ്യ സേവനത്തിനായി ഞങ്ങളിവിടെ കാഴ്ചവെക്കുകയാണ്. കല്ലിറ്റിങ്കര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജിന്തക് ഫിനാൻസിന് ചാലക്കുടി, കൊടകര എന്നിവിടങ്ങളിൽ ശാഖകളുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9946 482228. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നടത്തിയിരുന്ന സമരം പിൻവലിച്ചു. മന്ത്രി KB ഗണേഷ് കുമാറുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം വിരിപ്പ് കൃഷി ഒരുക്കങ്ങളുടെ താളം തെറ്റി കർഷകർ. നെല്ലെല്ലാം പതിരായതോടെ അന്തിക്കാട് കോൾപ്പാടശേഖരത്തിൽ 20ഓളം ഏക്കർ നെൽപ്പാടത്തിന് കർഷകർ തീയിട്ടു. പാലപ്പള്ളി മേഖലയിൽ തുടർച്ചയായി 2ാം ദിവസവും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. കന്നാറ്റുപാടം സർക്കാർ സ്കൂളിന് സമീപത്താണ് പുലിയിറങ്ങിയത്. സംസ്ഥാനത്ത് ഇത്തവണ കാലവർഷം കനക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. കാലവർഷം തുടങ്ങുന്നതോടെ എൽ നിനോ പ്രതിഭാസം ഇല്ലാതാകും. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.